ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 35-ാമത്തെ ദശകത്തിൽ രാമചരിത്ര വർണ്ണനം ചെയ്യുന്ന 35-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാമത്തെ ശ്ലോകം വരെ വായിക്കാൻ പോവുകയാണ്. 1-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിക്കുന്നത്. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമത ദുന്ദുപേ കായമുച്ചൈഃ. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമത ദുന്ദുപേ കായമുച്ചൈഃ ക്ഷിപ്വാമുങ്കുഷ്ടേന ഭൂയോ ലുലുപിതയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവകാലോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാവേലാമനൈഷീർ വിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തി. നീതഃ സുഗ്രീവമൈത്രീം തദനു ഹനുമത ദുന്ദുഭേ കായമുച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ടേന ഭൂയഃ ലുലുപിതയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാത ഉദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാം വേലാം അനൈഷീഃ വിരഹ തരളിതത്വം മതംഗ ആശ്രമ അന്തേ. അതിനുശേഷം ഹനുമാനാൽ സുഗ്രീവനോടുകൂടി സഖ്യം പ്രാപിക്കപ്പെട്ട നിന്തിരുവടി ദുന്ദുബി എന്ന അസുരൻ്റെ അഷ്ടകൂടത്തെ കാൽപെരുവിരൽ കൊണ്ട് ഊക്കോടെ എടുത്തെറിഞ്ഞിട്ട് അനന്തരം ആ ബാണം കൊണ്ട് 7 സാലങ്ങളെയും ഒരു ബാണം കൊണ്ട് 7 സാലങ്ങളെയും ഒരുമിച്ച് മുറിച്ചു. സുഗ്രീവനെ കൊല്ലുവാൻ ഒരുങ്ങിയ എതിരില്ലാത്ത ബാല്യത്തോടു കൂടിയ ബാലിയെ മറഞ്ഞു നിന്ന് നിഗ്രഹിച്ചിട്ട് നിന്തിരുവടി ഭാര്യാവിയോഗത്താൽ ഏറ്റവും കലങ്ങിയ മനസ്സോടു കൂടിയവനായി മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ മഴക്കാലം കഴിച്ചുകൂട്ടി. സുഗ്രീവേണാനുജൗക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം ത്വാം പ്രക്ഷാണാഭിക്ഷദുഷുദ്രുതം അതദയിത മാർഗണായ അവനം രാം. സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശ പ്രമോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിഃ അഭിതദാ ത്വത്പ്രിയാ സ്വപ്രയാസൈഃ. സുഗ്രീവേണാനുജ ഉക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം ത്വാം രക്ഷാണാം ഭിക്ഷദിക്ഷുദ്രുതം അതദയിതാ മാർഗണായ അവനം രാം. സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിഃ അഭിതദാ ത്വത്പ്രിയാ സ്വപ്രയാസൈഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അതിനുശേഷം അനുജനായ ലക്ഷ്മണൻ്റെ വാക്കനുസരിച്ച് പ്രതിജ്ഞയെ ലംഘിച്ചതുകൊണ്ടുള്ള ഭയത്തോടെ അടുത്ത് വന്നു ചേർന്ന സുഗ്രീവനാൽ പ്രിയതമയായ സീതയെ അന്വേഷിക്കുന്നതിന് വേണ്ടി നാനാ ദിക്കുകളിൽ നിന്നും വേഗത്തിൽ വരുത്തി അണിനിരത്തപ്പെട്ടതായ വാനര സൈന്യത്തെ വണങ്ങി നിൽക്കുന്നതായി കണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയവനായ നിന്തിരുവടി ഹനുമാന്റെ കയ്യിൽ സീതാദേവിക്കുള്ള സന്ദേശത്തെയും അടയാളമായി മോതിരത്തെയും കൊടുത്തേൽപ്പിച്ചു. അതിനുശേഷം അനുജനായ ലക്ഷ്മണൻ്റെ വാക്കനുസരിച്ച് പ്രതിജ്ഞയെ ലംഘിച്ചതുകൊണ്ടുള്ള ഭയത്തോടെ അടുത്തു വന്നു ചേർന്ന സുഗ്രീവനാൽ പ്രിയതമയായ സീതയെ അന്വേഷിക്കുന്നതിന് വേണ്ടി നാനാ ദിക്കുകളിൽ നിന്നും വേഗത്തിൽ വരുത്തി അണിനിരത്തപ്പെട്ടതായ വാനര സൈന്യത്തെ വണങ്ങി നിൽക്കുന്നതായി കണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയവനായ നിന്തിരുവടി ഹനുമാന്റെ കയ്യിൽ സീതാദേവിക്കുള്ള സന്ദേശത്തെയും അടയാളമായി മോതിരത്തെയും കൊടുത്ത് ഏൽപ്പിച്ചു. അപ്പോൾ വാനരന്മാരാൽ വളരെ പണിപ്പെട്ട് ഓരോ മാർഗത്തിലും അങ്ങയുടെ പ്രിയപത്നി അന്വേഷിക്കപ്പെട്ടു. 3-ാമത്തെ ശ്ലോകം. തത്വാർത്ത ആകർണന ഉദ്യത് ഗരുതുരു ജവസമ്പാദിവാക്യ തത്വാർത്ത ആകർണന ഉദ്യത് ഗുരുത് ഉവ തത്വാർത്ത ആകർണന ഉദ്യത് ഗരുത് ഉരു ജവസമ്പാദിവാക്യ തത്വാർത്ത ആകർണന ഉദ്യത് ഗുരുത് ഒരു ജപസമ്പാദിവാക്യ പ്രോത്തീർണാർണോദിഹി അന്തർനഗരി ജനകജാം ഭിക്ഷദത്വാങ്കുലീയം പ്രാശുദ്ധ്യ ഉദ്യാനം അക്ഷക്ഷപണചനരണഃ സോഡബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലഷ്ട്വാ ച ലങ്കാം ജഡിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. തത്വാർത്താ കർണനോദ്യത് ഗുരുത് ഉരു ജവസമ്പാദിവാക്യ
പ്രോത്തീർണാർണോദിः അന്തർനഗരീ ജനകജാം വീക്ഷ്യ ദദാ അങ്കുലീയം പ്രക്ഷുദ്ധ്യ ഉദ്യാനം അക്ഷക്ഷപണചണരണഃ സോഡബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലിഷ്ട്വാ ച ലങ്കാം ജഡിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ആ ഹനുമാൻ നിന്തിരുവടിയുടെ വൃത്താന്തം കേട്ടതുകൊണ്ട് മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് അതിവേഗത്തിൽ പറന്നു തുടങ്ങിയ സമ്പാദിയുടെ വാക്കിനാൽ സമുദ്രം ചാടിക്കടന്ന് ലങ്കാപുരിക്കുള്ളിൽ സീതാദേവിയെ കണ്ട് അടയാളമോതിരം കൊടുത്ത് ഉദ്യാനത്തെ തകർത്ത് രാവണപുത്രനായ അക്ഷകുമാരൻ്റെ വധം കൊണ്ടുണ്ടായ പ്രശസ്തമായ യുദ്ധത്തോടു കൂടിയവനായി ബ്രഹ്മാസ്ത്രബന്ധനം വഹിച്ച് രാവണനെ കണ്ട് ലങ്കാനഗരത്തെ ദഹിപ്പിക്കുകയും ചെയ്ത് വേഗത്തിൽ നിന്തിരുവടിക്ക് ചൂടാമണിയെ കൊണ്ടുവന്ന് തന്നു. ആ ഹനുമാൻ നിന്തിരുവടിയെ വൃത്താന്തം കേട്ടതുകൊണ്ട് മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് അതിവേഗത്തിൽ പറന്നു തുടങ്ങിയ സമ്പാദിയുടെ വാക്കിനാൽ സമുദ്രം ചാടിക്കടന്ന് ലങ്കാപുരിക്കുള്ളിൽ സീതാദേവിയെ കണ്ട് അടയാളമോതിരം കൊടുത്ത് ഉദ്യാനത്തെ തകർത്ത് രാവണപുത്രനായ അക്ഷകുമാരൻ്റെ വധം കൊണ്ടുണ്ടായ പ്രശസ്തമായ യുദ്ധത്തോടു കൂടിയവനായി ബ്രഹ്മാസ്ത്രബന്ധനം സഹിച്ച് രാവണനെ കണ്ട് ലങ്കാനഗരത്തെ ദഹിപ്പിക്കുകയും ചെയ്ത് വേഗത്തിൽ നിന്തിരുവടിക്ക് ചൂടാമണിയെ കൊണ്ടുവന്ന് തന്നു. 4-ാമത്തെ ശ്ലോകം. ത്വം സുഗ്രീവങ്കദ ആദിപ്രബലകപിചമുച്ചക്രവിക്രാന്തഭൂമി ത്വം സുഗ്രീവ അങ്കദ ആദിപ്രബലകപിചമുച്ചക്രവിക്രാന്തഭൂമി ചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആശ്രയമാനഃ തത്പ്രോക്താം തദു ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥന അപ്യാർത്തരോഷ പ്രാസ്തഗ്നേയ അസ്ത്രതേജഃ ത്രസത് ഉദതി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം ത്വം സുഗ്രീവ അങ്കദ ആദിപ്രബലകപിചമുച്ചക്രവിക്രാന്തഭൂമി ചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആശ്രയമാനഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥന ആപ്യാർത്തരോഷ പ്രാസ്താഗ്നേയ അസ്ത്രതേജഃ ത്രസത് ഉദതി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവ അങ്കദ ആദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആശ്രയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥന അപാർത്ഥ രോഷ പ്രാസ്ത ആഗ്നേയ അസ്ത്ര തേജഃ ത്രസത് ഉദതി ഗിര ലബ്ധവാൻ മധ്യമാർഗം. നിന്തിരുവടി സുഗ്രീവന് അങ്കദൻ മുതലായ പ്രബലന്മാരായ വാനരന്മാരോട് കൂടിയ സൈന്യ സമൂഹങ്ങളാൽ വ്യാപിക്കപ്പെട്ട ഭൂവിഭാഗത്തോടു കൂടിയവനായിട്ട് നേരിൽ പുറപ്പെട്ടു ചെന്ന് സമുദ്രക്കരയിൽ വെച്ച് രാക്ഷസാധിപൻ്റെ അനുജനായ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി സ്വകാര്യമായി അവനാൽ പറഞ്ഞറിയിക്കപ്പെട്ട ശത്രുവിൻ്റെ വിവരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അപേക്ഷയെ നിരസിച്ചതിനാലുണ്ടായ കോപത്താൽ പ്രയോഗിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ഭീതനായ സമുദ്രരാജാവിൻ്റെ വാക്കുകൊണ്ട് സമുദ്രമധ്യത്തിൽ കൂടെയുള്ള വഴിയെ സമ്പാദിച്ചു. നിന്തിരുവടി സുഗ്രീവന് അങ്കദൻ മുതലായ പ്രബലന്മാരായ വാനരന്മാരുടെ സൈന്യ സമൂഹങ്ങളാൽ വ്യാപിക്കപ്പെട്ട വിഭാഗത്തോടു കൂടിയവനായിട്ട് നേരിൽ പുറപ്പെട്ടു ചെന്ന് സമുദ്രക്കരയിൽ വെച്ച് രാക്ഷസാധിപൻ്റെ അനുജനായ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി സ്വകാര്യമായി അവനാൽ പറഞ്ഞറിയിക്കപ്പെട്ട ശത്രുവിൻ്റെ വിവരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അപേക്ഷയെ നിരസിച്ചതിനാലുണ്ടായ കോപത്താൽ പ്രയോഗിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ഭീതനായ സമുദ്രരാജാവിൻ്റെ വാക്കുകൊണ്ട് സമുദ്രമധ്യത്തിൽ കൂടിയുള്ള വഴിയെ സമ്പാദിച്ചു. നിന്തിരുവടി സുഗ്രീവന് അങ്കദം മുതലായ പ്രബലന്മാരായ വാനരന്മാരുടെ സൈന്യ സമൂഹങ്ങളാൽ വ്യാപിക്കപ്പെട്ട വിഭാഗത്തോടു കൂടിയവനായിട്ട് നേരിൽ പുറപ്പെട്ടു ചെന്ന് സമുദ്രക്കരയിൽ വെച്ച് രാക്ഷസാധിപൻ്റെ അനുജനായ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി സ്വകാര്യമായി അവനാൽ പറഞ്ഞറിയിക്കപ്പെട്ട ശത്രുവിൻ്റെ വിവരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അപേക്ഷിച്ച് നിരസിച്ചതിനാലുണ്ടായ കോപത്താൽ പ്രയോഗിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ഭീതനായ സമുദ്രരാജാവിൻ്റെ വാക്കുകൊണ്ട് സമുദ്രമധ്യത്തിൽ കൂടിയ വഴിയെ സമ്പാദിച്ചു. 5-ാമത്തെ ശ്ലോകം. കൈശൈഹി അശാന്തര ഉപാഹൃതകൈ നികരൈഹി സേതും
ഈശൈः അശാന്തരൂപൈ അഹൃതഗിരിः നികരൈः സേതും അദാപ്യയാതः യാതുനി ആമർത്യ ദംഷ്ട്രാः അനഘശിഖരീശിലാ സാലശസ്ത്രൈः സ്വൈः സൈന്യൈः വ്യാകുർവൻ സാനുജത്വം സമരഭുവി പരം വിക്രമം ശക്രജേതാ വേഗാത് നാഗാസ്ത്രബന്ധഃ പതകപതി ഗുരു മാരുതൈः മോചിതഃ അഭൂ ഈശൈः അശാന്തര ഉപാഹൃത ഗിരിനികരൈः സേതും ആദാപ്യ യാതः യാതുനി ആമർത്യ ദംഷ്ട്രാനഘശിഖരി ശിലാശാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്രജേതാ വേഗാത് നാഗാസ്ത്രബന്ധഃ പതകപതി ഗുരു മാരുതൈः മോചിത അഭൂः ഈശൈരാശാന്തരോപാഹൃത गिरिनिकरै सेतुमादाप्ययातः यातुनि आमर्त्य दंष्ट्राः नगरशिखरी शिलाशालशस्त्रैः स्वसैन्यैः व्याकुर्वन् सानुजत्वं समरभुवि परं विक्रमं शक्रजेता वेगात् नागास्त्रबन्धः पदकपति गुरुत् मारुतैः മോചിത അഭൂः. വാനരന്മാരാൽ പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ട പർവ്വതക്കൂട്ടങ്ങളാൽ ചിറകെട്ടിച്ച് ലങ്കയിൽ പ്രവേശിച്ച് ദംഷ്ടകൾ, നഖങ്ങൾ, പർവ്വതങ്ങൾ, പാറകൾ, വൃക്ഷങ്ങൾ എന്നീ ആയുധങ്ങൾ കൂടിയ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ച് യുദ്ധഭൂമിയിൽ വർദ്ധിച്ച പരാക്രമത്തെ പ്രകടിപ്പിക്കുന്നതിനായി അനുജനോടുകൂടിയ ഇന്ദ്രവടി ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഉടനെ തന്നെ പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ ചിറകുകളിൽ നിന്നും പുറപ്പെട്ട കാറ്റുകൊണ്ട് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. വാനരന്മാരാൽ പല ദിക്കുകളിലും കൊണ്ടുവരപ്പെട്ട പർവ്വതക്കൂട്ടങ്ങളാൽ ചിറകെട്ടിച്ച് ലങ്കയിൽ പ്രവേശിച്ച് ദംഷ്ടങ്ങൾ, നഖങ്ങൾ, പർവ്വതങ്ങൾ, പാറകൾ, വൃക്ഷങ്ങൾ എന്നീ ആയുധങ്ങളോട് കൂടിയ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ച് യുദ്ധഭൂമിയിൽ വർദ്ധിച്ച പരാക്രമത്തെ പ്രകടിപ്പിക്കുന്നതിനായി അനുജനോടുകൂടിയ ഇന്ദ്രവടി ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഉടനെ തന്നെ പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ ചിറകുകളിൽ നിന്നും പുറപ്പെട്ട കാറ്റുകൊണ്ട് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് വായിച്ച 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. നീതസുഗ്രീവമൈത്രീം തതനു ഹനുമതാ ദുന്ദുബേകായമുച്ചൈഃ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയലുലപിതയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഗാധ ഉദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാം വേലാം അനൈഷീഃ വിരഹതരളിതത്വം മാതംഗാശ്രമാന്തേ സുഗ്രീവേണ അനുജ ഉക്ത്യാ സമയം അഭിയതാ വ്യൂഹിതാം വാഹിനീം ത്വാം വൃക്ഷാണാം വീക്ഷദിക്ഷുധൃതം അതദൈതാ മാർഗണായ അവനമ്രാം സന്ദേശം ചങ്കുലീയം പവനസുതകരെ പ്രാദിശം മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിः अपि तदा त्वत्प्रिया सप्रयासैः स्वां सुग्रीवाङ्गदादिप्रबलकपिः चमुचक्रविक्रान्तभूमि चक्राभिक्रम्य पारे जलधि निशिचरेन्द्रनिजः आश्रियमाणः तत्प्रोक्तं शत्रुवार्तं रहसि निशमयन् प्रार्थनाप्यार्थरोष स्वास्ताग्नेय अस्त्रतेजः त्रसत् उदधि गिरा लब्धवान् मध्यमार्गम् ईशैः आशान्तर उपाहृत्य गिरिनिकरैः सेतुमदाप्ययातः यातुनि आमर्त्य दंष्ट्रा नखशिखरी शिलाशालशस्त्रैः स्वसैन्यैः व्याकुर्वन् सानुजत्वं समरभुवि परं विक्रमं शक्रजेता वेगात् नागास्त्रबन्धः पदकपति गुरुत् मारुतैः मोचितः अभूः. ईशैः अशान्तर उपाहृत गिरिनिकरैः सेतुमदाप्ययातः यातुनि आमर्त्य दंष्ट्रा नखशिखरी शिलाशालशस्त्रैः स्वसैन्यैः व्याकुर्वन् सानुजः त्वं समरभुवि परं विक्रमं शक्रजेत्रा वेगात् नागास्त्रबन्धः पदकपति गुरुत् मारुतैः मोचितः अभूः. ओं नमो भगवते वासुदेवाय. ओं श्रीकृष्ण परमात्मने नमः.